നമ്മൾ HCF അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡില് HCF കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നോ? നോ. ഇനി അടുത്തത് അതാ എടുക്കണ്ടേ അല്ലെ? എന്താ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF എന്ന് പറഞ്ഞല്ലേ? എന്താ HCF? രണ്ടോ അതിലധികമോ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സില് കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിൽ ഏറ്റവും വലുതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? അപ്പൊ നമ്മള് സാധാരണ നമ്മൾ HCF കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിലെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ചു, അതിനുശേഷം അതിൽ ഏറ്റവും വലിയ ഫാക്ടർ ഏതാന്നും നോക്കി. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെ രണ്ട് നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ മൂന്ന് നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കും? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് അറിയാലോ? ഫാക്ടർ ട്രീ മെത്തേഡും ഷോർട്ട് ഡിവിഷൻ മെത്തേഡും പഠിച്ചിട്ടുണ്ട്. ഇതാ ഈ പേജിൽ കാണുന്നത്. ഇത് ഫാക്ടർ ട്രീ മെത്തേഡ്, ഇത് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്? അപ്പൊ നമ്മള് ഷോർട്ട് ഡിവിഷൻ മെത്തേഡിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? HCF കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നേ നോക്കാം. അത് രണ്ട് നമ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് നമ്പേഴ്സ് എടുക്കണ്ടേ ഇപ്പൊ? 64ഉം 72. 64 and 72 ഇതിന്റെ രണ്ടിന്റെയും HCF കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതും. എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാ? 64നെ ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് 64നെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 64നെ ഡിവൈഡ് ചെയ്താൽ 32 എന്ന് കിട്ടും. അഗൈൻ 32നെ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആയ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. 16നെ പിന്നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 8 എന്ന് കിട്ടും. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 4നെ പിന്നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. എഗെയിൻ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് 64നെ എങ്ങനെ എഴുതാം? 2 into 2 into 2 into 2 into 2 into 2 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം 64നെ? 2 into 2 into 2 into എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 6 2s നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 64 കിട്ടുന്നത്. ഓക്കെ, ഇനി 72നെ അതേപോലെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 72നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36 എന്ന് കിട്ടും. 36നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 18 എന്ന് കിട്ടുന്നു. 18നെ പിന്നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന് കിട്ടുന്നു. 9നെ പിന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 9 ഈസ് ആൻ ഓഡ് നമ്പർ. സോ 2 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് പ്രൈം നമ്പർ 3 ആയതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. അപ്പോ 72നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 into 3 into 3 എന്ന് എഴുതാം. 72നെ എങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതുന്നു? 2 into 2 into 2 into 3 into 3. ഇനി
നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് രണ്ട് നമ്പറിനെയും എങ്ങനെ എഴുതി? ഇതാ ഇങ്ങനെ എഴുതി. ഇനി ഈ രണ്ട് ഫാക്ടേഴ്സിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാന്ന് നോക്കാം. ഈ രണ്ടിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു രണ്ടുണ്ട്, ഈ രണ്ടിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു രണ്ടുണ്ട്, ഈ രണ്ടിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു രണ്ടുണ്ട്, ഈ രണ്ടിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു രണ്ടുണ്ടോ? ഇല്ല. ഈ ഒരു രണ്ടിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു രണ്ടുണ്ടോ? ഇല്ല. ലാസ്റ്റ് 2ന് ഈക്വൽ ആയിട്ട് നെക്സ്റ്റ് വണ്ണിൽ 2 ഉണ്ടോ? ഇല്ല. ഈ രണ്ടാമത്തെ 72ന്റെ ഫാക്ടേഴ്സിൽ 3ക്ക് ഈക്വൽ ആയിട്ട് 64ന്റെ ഫാക്ടേഴ്സിൽ 3 ഉണ്ടോ? ഇല്ല. അപ്പൊ ഈക്വൽ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സെറ്റായി കൺസിഡർ ചെയ്യാം. 2ന്റെ ഒരു സെറ്റ്, 2ന്റെ രണ്ട് സെറ്റ്, 2ന്റെ 3 സെറ്റ്. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആദ്യത്തെ ഒരു സെറ്റിൽ നിന്ന് രണ്ട് 2 അല്ലേ, രണ്ട് 2ന്റെ ഒരു സെറ്റ് അല്ലേ ഉള്ളത്, ആ രണ്ട് 2ന് പകരം നമ്മൾ ഒരു 2 ആയിട്ട് അത് കൺസിഡർ ചെയ്യുന്നു. രണ്ടാമത്തെ സെറ്റില് രണ്ട് 2ന് പകരം ഒരു 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മൂന്നാമത്തെ സെറ്റിലും അതുപോലെ രണ്ട് 2ന് പകരം ഒരു 2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഈ 3 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര കിട്ടും? 3 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 4, 4 × 2 8 എന്ന് കിട്ടും. Then 8 is the HCF of 64 and 72. മനസ്സിലായോ? മനസ്സിലായോ? HCF കണ്ടുപിടിച്ച് മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞേ. ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കണേ. HCF കണ്ടുപിടിക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. കാരണം നമുക്ക് എല്ലാ തവണയും നമുക്ക് എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ആരാ ഇവിടെ മ്യൂട്ട് ആക്കാതിരിക്കുന്നേ? എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുമ്പോ മ്യൂട്ട് ചെയ്തിരിക്കണേ. ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും ആവശ്യമില്ലാതെ ഒരാള് പോലും ക്ലാസ്സിൽ അൺമ്യൂട്ട് ചെയ്തിരിക്കണ്ട. ബാക്കിയുള്ളവർക്ക് വല്ലാതെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി പറയാം. LCM ഇതിന്റെയൊക്കെ HCF കണ്ടുപിടിക്കണ്ടേ ഇപ്പൊ? Who is that? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നേ. ഓക്കെ, ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ആണ് ചെയ്യണ്ടേ? 60 വേണ്ട, 60 വേണ്ട, ഇപ്പൊ ചെയ്തതല്ലേ ഉള്ളൂ. 98ഉം 98ഉം വേണ്ട, നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഉം 64ഉം അത് ചെയ്തതാണോ? ഉം 64ഉം ചെയ്ത് നോക്കാം. 32 and 64. ആദ്യം നമ്മൾ 32ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 32നെ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടി? 16 കിട്ടി. 16നെ പിന്നെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 എന്ന് കിട്ടും. 8നെ പിന്നെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടുന്നു. 4നെ അഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടുന്നു. പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? 2 is a prime number.
ഓക്കെ, എങ്ങനെ നമുക്ക് 32നെ എങ്ങനെ എഴുതാം? 5 2s മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാം. 2 into 2 into 2 into 2 into 2. ഇനി 64ന് ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 64 ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 32. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 16. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 8. അഗൈൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 4. പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2. പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? 2 is a ലാസ്റ്റ് കിട്ടിയ 2 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 64നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 into 2 into 2 into 2. ഇതില് ഈക്വൽ ആയിട്ട് വരുന്ന 2സിനൊക്കെ സെറ്റ് ആക്കാം. ആദ്യത്തെ 2 2s ഒരു സെറ്റ്, പിന്നത്തെ 2 2s വേറൊരു സെറ്റ്. കോമൺ ആയിട്ട് വരുന്നത് മാത്രമേ നമുക്ക് സെറ്റ് ആക്കി മാറ്റി വെക്കാൻ പറ്റുള്ളൂ. ഇത്രയും 2സിനെ നമുക്ക് സെറ്റ് ആക്കാം. അതായത് ആദ്യത്തേതിൽ വരുന്ന 2ന് ഈക്വൽ ആയിട്ട് രണ്ടാമത്തേതിലും 2 വരുന്നുണ്ടോ നോക്കാം. അപ്പൊ എത്ര സെറ്റ് കിട്ടി? 5 sets of 2. 5 സെറ്റ് കിട്ടി അല്ലെ 2ന്റെ. ഇനി എന്ത് ചെയ്യാം? ഓരോ സെറ്റിനും പകരം, ഇപ്പൊ ആദ്യത്തെ ഒരു സെറ്റിൽ 2 2 ഉണ്ട്, അതിന് പകരം ഒരു 2 കൺസിഡർ ചെയ്തു. രണ്ടാമത്തെ സെറ്റിൽ 2 2 ഉണ്ട്, അതിന് പകരം ഒരു 2 എടുത്തു. മൂന്നാമത്തെ സെറ്റിന് പകരം ഒരു 2 എടുത്തു. നാലാമത്തെ സെറ്റിന് പകരം ഒരു 2 എടുത്തു. അഞ്ചാമത്തെ സെറ്റിന് പകരം ഒരു 2 എടുത്തു. എന്നിട്ട് ഇതെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. എത്ര കിട്ടും? 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 32. അപ്പൊ എത്ര കിട്ടി? 32ന്റെയും 64ന്റെയും കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് 32. അതെങ്ങനെ പോസിബിൾ ആവുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? 32ന്റെയും 64ന്റെയും HCF എങ്ങനെയാണ് 32 വന്നതെന്ന് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. ഡൗട്ട് ഉണ്ടല്ലോ? ഉണ്ടോ? ഉണ്ട്. ഓക്കെ, നമുക്ക് ഫാക്ടേഴ്സ് എഴുതി നോക്കാം. 32ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ? 32ന്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല. 4 into 8 ആണ് 32. പിന്നെ വരുന്നത് 2 into 16. പിന്നെ വരുന്നത് 1 into 32. ഇനി 64ന്റെ ഫാക്ടേഴ്സ്. 64ന്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ടോ? 3 ഇല്ല. 4 ഉണ്ട്, 5 ഉണ്ടോ? ഇല്ല. 6 ഇല്ല, 7 ഇല്ല, 8 ഉണ്ട്, 9 ഇല്ല, 10 ഇല്ല. 8 into 8 ആണ് 64. Then 4 into എത്രയാ 64? 4 into 16. 4 into 16 ആണ് 64. Then 2 into 32 ആണ് 64. 1 into 64 ആണ് 64. ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെ? കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് 1, 2, 4, 8, 16, 32. ഏതൊക്കെ കോമൺ ഫാക്ടേഴ്സ്? Common factors are 1, 2, 4, 8,
16, 32. ഇതിൽ ഏതാ ഏറ്റവും വലുത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ്, കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നാൽ ഏറ്റവും വലുത് ഏതാ? 32 അല്ലേ? അപ്പൊ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 32. ഇപ്പൊ മനസ്സിലായോ എങ്ങനെ 32 കിട്ടിയെന്ന്? ചെയ്തത് ശരിയാണെന്ന് മനസ്സിലായോ? ഇപ്പോ തന്നിരിക്കുന്ന നമ്പർ, ഈ രണ്ട് നമ്പറും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കിയേ. 32ഉം 64ഉം. 32ന്റെ ഡബിൾ ആണല്ലേ 64 അല്ലേ? 32ന്റെ ഡബിൾ ആണ് 64. അങ്ങനെ വരുമ്പോ അങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സിന്റെ HCF എപ്പോഴും ആ സ്മോളർ നമ്പർ ആയിരിക്കും. എന്തായിരിക്കും? ആ സ്മോളർ നമ്പർ ആയിരിക്കും ഇങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സിന്റെ HCF. ഇപ്പൊ 5ന്റെയും 10ന്റെയും HCF എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. 25ന്റെയും 50യുടെയും HCF എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. 50യുടെയും 100ന്റെയും HCF 50 ആയിരിക്കും. രണ്ട് നമ്പേഴ്സ് തന്നിട്ട് ഒന്ന് മറ്റേതിന്റെ ഡബിൾ ആണെങ്കിൽ ചെറിയ നമ്പർ ആയിരിക്കും അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. മനസ്സിലായോ? ഈ ഒരു മെത്തേഡിൽ ചെയ്യാൻ മനസ്സിലായിട്ടുണ്ടോ? ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് എന്നൊരു ക്വസ്റ്റ്യൻ തരട്ടെ ചെയ്യാൻ? തരട്ടെ? ഓക്കെ, ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയെടുത്തോ. Find the HCF of 75 and 100. എളുപ്പമുള്ള രണ്ട് നമ്പേഴ്സ്. Find the HCF of 75 and 100. ഒന്ന് ചെയ്ത് നോക്കിയേ. ആവുന്നത് പോലെ ചെയ്തോ, കിട്ടുന്നില്ലെങ്കിൽ മിസ് പറഞ്ഞുതരാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞവരും കഴിയാത്തവരും ഒക്കെ ഇവിടെ ശ്രദ്ധിച്ചോ. ആദ്യം നമുക്ക് 75നെ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 75നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് 75നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 75 ഓഡ് നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെ നോക്കും? അതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 7 + 5 12 ആ കിട്ടുന്നത്. 12 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 എന്ന് കിട്ടും. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 75നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 × 5 എന്ന് എഴുതാം. നെക്സ്റ്റ് 100നെ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടി. 50 അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 25 എന്ന് കിട്ടി. 25നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. അപ്പൊ 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 5 × 5. 2 × 2 × 5 × 5. ഇതിൽ ഏതൊക്കെ നമുക്ക് സെറ്റ് ആക്കി മാറ്റി വെക്കാം? 2 5ഉം 2 5ഉം കോമൺ ആയിട്ട് ഇത് രണ്ടും മാത്രമേ വരുന്നുള്ളൂ അല്ലേ? 3ക്ക് പകരം ഇവിടെ വേറെ 3 ഒന്നുമില്ല. 5ന് പകരം ഒരു 5 ഉണ്ട്. 5ന് ചേർക്കാൻ വേണ്ടി വേറൊരു 5ഉം കൂടി ഉണ്ട്. അപ്പോ 2 സെറ്റ് 5 കിട്ടി. ആ 2 സെറ്റ് 5ന് പകരം ആദ്യത്തെ ഒരു സെറ്റിന്റെ പകരം നമ്മൾ ഒരു 5 എടുത്തു. രണ്ടാമത്തെ ഒരു സെറ്റിൽ നിന്നും
ഒരു 5 എടുത്തു. അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല് HCF എത്ര കിട്ടും? എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അപ്പോ 75-ന്റെയും 100-ന്റെയും HCF എന്ന് പറയുന്നത് 25. നോക്കട്ടെ ആർക്കൊക്കെ കിട്ടി നോക്കട്ടെ. ശരിയായൊരു കൈ പൊതിച്ചേ. തെറ്റിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. എഡ്വിന് ശരിയാണോ? ഓക്കെ, കുഴപ്പമില്ല. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഹന്നയ്ക്ക് മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലേ, ബാക്കിയുള്ളവർ ചെയ്തിട്ടുമില്ല. അപ്പൊ ഹോംവർക്ക് ആയിട്ട് ക്വസ്റ്റ്യൻ ഞാൻ മിസ് തരാം. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ വേണ്ട, ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഇതേപോലെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡിൽ തന്നെ ചെയ്യണേ. ഫൈൻഡ് ദ HCF of first one 60 and 90. Second one 45 and 63. ഈ രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. Find the HCF of 60 and 90, 45 and 63. അപ്പൊ ഇത് ഇപ്പൊ ചെയ്തതുപോലെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡിൽ HCF കണ്ടുപിടിക്കാം. തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല, ചെയ്തിട്ട് മിസ്സിന് പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ഓക്കെ. അപ്പൊ എല്ലാവരും ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.